തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലാണ് നിങ്ങൾ കയറിയത്. കൃത്യമായി എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണ് കയറിയതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും. എന്നാൽ വെറും തോന്നിയാസമാണ് നിങ്ങൾ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട ടോമി സാറോട് സൂചിപ്പിക്കാനുള്ളത്, തിരൂരങ്ങാടിയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരെ വീട്ടിൽ കയറി തൊട്ട് തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധി കടുക്കാമെന്ന് ഒരു പോലീസുകാരനും കരുതണ്ട. അനാവശ്യമായി ഞങ്ങളുടെ പ്രവർത്തകരെ വേട്ടയാടിയാൽ തിരിച്ചും വേട്ടയാടേണ്ടി വരും. അത് ഏത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞാൽ ഭരണം മാറും. 56 കഴിഞ്ഞാൽ ഷൂട്ടും യൂണിഫോമും നിങ്ങൾ അയക്കും. നിങ്ങൾ ഇതിലൂടെ തേരാപേര നടക്കുന്ന സമയം കാണും. ആ സമയത്ത് ഞങ്ങളും ഇവിടെ ഉണ്ടാകും. അത്ര മാത്രമാണ് ഞങ്ങളിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ഡോക്ടർമാർക്ക് പിന്നാലെ പോലീസിന് നേരെയും ഭീഷണിയുമായി യൂത്ത് ലീഗ് നേതാവ്. അനാവശ്യമായി ലീഗ് പ്രവർത്തകരെ വേട്ടയാടിയാൽ തിരിച്ചും വേട്ടയാടുമെന്നും സർവീസിൽ നിന്നും വിരമിച്ച ശേഷം തേരാപാര നടക്കുന്ന സമയത്ത് തങ്ങളും ഇവിടെ തന്നെ കാണുമെന്നുമായിരുന്നു ഭീഷണി. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീട്ടിൽ അർദ്ധരാത്രി പോലീസ് പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ച തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഭീഷണി. SP മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ മാർച്ച് അവസാനിപ്പിക്കണം. അല്ലായിരുന്നെങ്കിൽ അകത്ത് കയറാൻ മടിയില്ല എന്നുള്ളതാണ് ബാക്കിലിരിക്കുന്ന പോലീസുകാരോടും മുന്നിലിരിക്കുന്ന പോലീസുകാരോടും സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലാണ് നിങ്ങൾ കയറിയത്. കൃത്യമായി എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണ് കയറിയതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും. എന്നാൽ വെറും തോന്നിയാസമാണ് നിങ്ങൾ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് വെറും ഭീഷണി പ്രസംഗമായിട്ട് നിങ്ങൾ കാണണ്ട. സ്വാഭാവികമായിട്ടും മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ ഏതെങ്കിലും തെമ്മാടിത്തരത്തിൻ്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. ഈ പ്രിയപ്പെട്ട ടോമി സാറോട് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തെ സാർ എന്ന് തന്നെ വിളിച്ചത് ബഹുമാനപൂർവ്വമാണ്. നിങ്ങൾ അക്ഷരം മാറി എന്ന് കരുതണ്ട. പ്രിയപ്പെട്ട ടോമി സാറോട് സൂചിപ്പിക്കാനുള്ളത്, തിരൂരങ്ങാടിയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരെ വീട്ടിൽ കയറി തൊട്ട് തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധി കടുക്കാമെന്ന് ഒരു പോലീസുകാരനും കരുതണ്ട. അനാവശ്യമായി ഞങ്ങളുടെ പ്രവർത്തകരെ വേട്ടയാടിയാൽ തിരിച്ചും വേട്ടയാടേണ്ടി വരും. അത് ഏത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. ഇവിടെ വലിയ പോക്കിരിത്തരം നടത്തിയ നിരവധി പോലീസുകാരുണ്ടായിരുന്നു. തിരൂരങ്ങാടി സ്റ്റേഷൻ നവീകരണത്തിലും അല്ലാതെയുമായി അവർ നടത്തിയ അഴിമതികൾക്കെതിരെ ഞങ്ങൾ ഇന്നും പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിരന്തരം ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. വിജിലൻസ് ഓഫീസുകളിൽ കയറിയിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസുകൾക്ക് മുമ്പാകെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട്. 1 വർഷം കഴിഞ്ഞാൽ ഭരണം മാറും. 56 കഴിഞ്ഞാൽ ഷൂട്ടും യൂണിഫോമും നിങ്ങൾ അയക്കും. നിങ്ങൾ ഇതിലൂടെ തേരാപേര നടക്കുന്ന സമയം കാണും. ആ സമയത്ത് ഞങ്ങളും ഇവിടെ ഉണ്ടാകും. അത്ര മാത്രമാണ് ഞങ്ങളിപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും സർവീസിൻ്റെ അധികാരം ഉപയോഗിച്ച് എന്ത് തോന്നിയാസവും കാട്ടിക്കൂട്ടാമെന്ന് പോലീസ് കരുതരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നേരത്തെ യു എ റസാഖ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഭീഷണി പ്രസംഗം നടത്തിയിരുന്നു. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ യൂത്ത് ലീഗ് നടത്തിയ സമരത്തിലായിരുന്നു ഭീഷണി പ്രസംഗം. ഇതിന് പിന്നാലെയാണ് പോലീസിന് നേരെയും ഭീഷണി പ്രസംഗവുമായി യു എ റസാഖ് രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.